അവര് അള്ളാഹുവിനുള്ളത് മാറ്റിവെക്കുന്നു, അള്ളാഹു അല്ലാത്ത അവരുടെ കുലദൈവങ്ങൾക്കുള്ളത് വേറെ വെക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന് നൽകിയിരിക്കുന്ന വിഹിതം അതിൽ നിന്ന് കുലദൈവങ്ങൾക്ക് അന്യായമായിട്ട് നൽകുന്നു. അവര് സ്വന്തം മക്കളെ കൊന്നുകളയുന്നു ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ പലതരത്തിലും വിശ്വാസ വൈകല്യം മനുഷ്യനെ ഗുരുതരമായ അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്ത് നാം പഠിച്ചത്. എന്നിട്ട് ഒടുവിൽ അല്ലാഹു തആല കന്നുകാലികളെ കുറിച്ചും അതുപോലെ കാർഷിക വിളകളെ കുറിച്ചൊക്കെ പരാമർശിച്ചൊരു കാര്യം എന്താണ്? കാർഷിക വിളകളെ കുറിച്ച് പറഞ്ഞിട്ട് സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷിച്ചോളും, അതുപോലെ ഇതിൻ്റെ അവകാശം കൊയ്ത്ത് നടക്കുന്ന സമയത്ത് തന്നെ അവകാശികൾക്ക് നൽകൂ, നിങ്ങൾ ധൂർത്തടിക്കാതിരിക്കൂ. ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ നൽകി. അതേപോലെ തന്നെ കന്നുകാലികളെ കുറിച്ച് പറഞ്ഞു, അവയിൽ നിങ്ങൾക്ക് ഭാരം വഹിപ്പിക്കാൻ കഴിയുന്നവയും അതുപോലെ തന്നെ വസ്ത്രം തുന്നാൻ വസ്ത്രമായിട്ട് ഉപയോഗിക്കാവുന്ന രോമങ്ങളുള്ളവയും ഒക്കെ അവയിലുണ്ട്. നിങ്ങളത് ഭക്ഷിച്ചോളൂ, നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരാൻ പാടില്ല. ഇങ്ങനെയാണ് ഒടുവിൽ ആ വിഷയത്തിൽ പറഞ്ഞു വെച്ചത്. 142 സൂക്തത്തിൽ അതാണ് പറഞ്ഞത്. അപ്പൊ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്യാചാരങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അല്ലാഹു തആല കന്നുകാലികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് 43, 44 സൂക്തങ്ങളിൽ. പിന്നീട് ഭക്ഷ്യ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം വരുന്നുണ്ട്. എന്താണ് 142 സൂക്തം എന്ന് ശ്രദ്ധിക്കാം. സമാനിയത്ത അസ്വാജ്. സമാനിയ എത്രയാണ്? 8. അസ്വാജ് ഇണകൾ, സൗജ് അസ്വാജ് ഇണകൾ. സമാനിയത്ത അസ്വാജ് ഇണകളായിട്ട് 8 എണ്ണമുണ്ട്. ഏത് ഇണകളാണ് ഉദ്ദേശിക്കുന്നത്? കന്നുകാലികളിലെ ഇണകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. സമാനിയത്ത അസ്വാജ് ഇണകളായി 8 എണ്ണം. എന്നിട്ട് ആ ഇണകളെ എണ്ണി പറയാൻ പോവാണ്. മിനൽ ലഅ്ൻ. ലഅ്ൻ എന്ന് പറഞ്ഞാൽ കോലാട് എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടില് ഉള്ള ആടുകൾ ഉണ്ടല്ലോ, അതാണ് കോലാട്. മെലിഞ്ഞ കാലുകളും ഒക്കെ ആയിട്ടുള്ള ആടുകളാണ്. പിന്നെയോ വമിനൽ മഅസിസ്നൈൻ. മഅസ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട് എന്നാണ് അർത്ഥം. കുറച്ചുകൂടി കുള്ളനായിട്ട് നിറയെ രോമങ്ങളുള്ള, കുറച്ചുകൂടി തടിയും വണ്ണമൊക്കെ ഉള്ള തരത്തിലുള്ള ആടാണല്ലോ ചെമ്മരിയാട്. അതാണ് മഅസ്. അപ്പൊ ആദ്യം പറഞ്ഞത് ലഅ്ൻ കോലാട്. കോലാടിൽ നിന്ന് 2 എണ്ണം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും എന്നാണ് ഉദ്ദേശിക്കുന്നത്. വമിനൽ മഅസിസ്നൈൻ. അതേപോലെ ചെമ്മരിയാടുകളിലും 2 എണ്ണം ആണും പെണ്ണും എന്നാണ് ഉദ്ദേശം. അപ്പൊ 4 അല്ലേ? 4 ഇണകൾ. ഇണ എന്ന് പറയുമ്പോൾ 2 അല്ലല്ലോ, 1. ഒന്നിന്റെ ഇണയാണ് മറ്റേത്. ഇപ്പൊ ചെരുപ്പ്, ഒരു ചെരുപ്പിന്റെ ഇണയാണ് മറ്റേത്. അപ്പൊ രണ്ടും ചേരുമ്പോഴാണ് ജോഡിയായിട്ട് മാറുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ 4 ഇണകൾ എന്ന് പറഞ്ഞത് ഒരു കോലാടും അതിൻ്റെ ഇണയും, രണ്ടാമത് പറയുന്നത് ഒരു ചെമ്മരിയാടും അതിൻ്റെ ഇണയും. എന്നിട്ട് ചോദിക്കാണ്, ഖുൽ, പ്രവാചക അവരോട് ചോദിക്കൂ, അദ്ദക്കറൈനി ഹറമ അമിൽ ഉൻസയൈൻ. ആ ചോദ്യമാണ്. അദ്ദക്കർ ആണ് എന്നാണല്ലോ, ആൺ വർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദക്കറൈൻ, അദ്ദക്കർ ആണിനെ ആണോ? അദ്ദക്കറൈൻ എന്ന് പറഞ്ഞാൽ 2 ആണിനെ ആണോ? 2 അടുത്തടുത്ത് വന്നപ്പോൾ രണ്ടും ചേർത്തിട്ട് ഒരു ഹംസിന് അലിഫ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ചോദ്യമായി. അദ്ദക്കറൈൻ, അല്ലാഹു എന്നൊക്കെ പറയാം. അല്ലാഹു എന്ന് പറയുന്നതിന് പകരം അല്ലാഹു എന്ന് ചോദിക്കാം. അതേപോലെ
ആ എന്ന് പറഞ്ഞിരിക്കുക ഇവിടെ. ആ ദക്കറൈൻ, രണ്ട് ആണിനെയാണോ, അഥവാ ഈ രണ്ട് വർഗത്തിലുള്ള ആണിനെയാണോ എന്നാണ് ചോദ്യം. ആ ദക്കറൈൻ ഹറമ, നിഷിദ്ധമാക്കിയത്. ഹറമ അള്ളാഹു നിഷിദ്ധമാക്കി, അവൻ നിഷിദ്ധമാക്കി. അമിൽ ഉൻസയൈൻ, അല്ലെങ്കിൽ അൽ ഉൻസയൈൻ, ഉൻസ പെണ്ണ്, ഉൻസയൈനി രണ്ട് പെണ്ണ്. എന്താ ഇവിടെ രണ്ട് യാ വന്നിരിക്കുന്നത്? ഉൻസ എന്ന് എഴുതുമ്പോൾ അവസാനം ഒരു യാ ഉണ്ടാവും. പിന്നെ ദ്വിവചനത്തെ, രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്ന യാവും നൂനും പിന്നെ വന്നതാണ്. അതാണ് ഉൻസയൈനി എന്ന് വന്നിരിക്കുന്നത്. അമിൽ ഉൻസയൈൻ, അതല്ലെങ്കിൽ രണ്ട് പെണ്ണിനെയാണോ, പെൺവർഗത്തിൽപ്പെട്ട രണ്ടിനെയാണോ അള്ളാഹു താല നിഷിദ്ധമാക്കിയത്? ഖുൽ, പ്രവാചക ചോദിക്കൂ, ആ ദക്കറൈനി ഹറമ, രണ്ട് ആൺ ആടുകളെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയത്? അഥവാ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ചെമ്മരിയാടിലെ ആണും അതുപോലെ തന്നെ കോലാടിലെ ആണും, രണ്ട് ആൺ ആടുകൾ. ഇനി ഉൻസയൈൻ പറയുമ്പോൾ ചെമ്മരിയാടിലെ പെണ്ണാടും കോലാടിലെ പെണ്ണാടും. അപ്പോൾ രണ്ട് പെണ്ണാടുകളെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയത്, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതല്ലെങ്കിൽ രണ്ട് ആണാടുകളെയാണോ? അമ്മഷ്തമലത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ. ഇനി അമ്മ, അതുമല്ല, ഇഷ്ടമല. ഇഷ്ടമല അർത്ഥം ഉൾക്കൊണ്ടു എന്നാണ്. ഇഷ്ടമലത്ത് അലൈഹി, അതുമല്ലെങ്കിൽ ഉൾക്കൊണ്ടിരിക്കുന്നുവോ, അത് യാതൊന്നിനെ ഉൾക്കൊണ്ടിരിക്കുന്നുവോ അതിനെയാണോ എന്നാണ്. ബാക്കി അടുത്ത വാചകത്തിൽ വരുന്നുണ്ട്. അർഹാമൽ ഉൻസയൈൻ, റഹം അർഹാം എന്താണ്? ഗർഭാശയം. അർഹാമൽ ഉൻസയൈനി, രണ്ട് വർഗത്തിലെയും പെണ്ണാടിന്റെ ഗർഭാശയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള, ഇപ്പോൾ ഗർഭാവസ്ഥയിലുള്ളതിനെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയത്? ഇതാണ് അടുത്ത ചോദ്യം. അമ്മ അല്ലെങ്കിൽ ആണോ, ഇഷ്ടമലത്ത് അലൈഹി ഉൾക്കൊണ്ടിരിക്കുന്നതിനെയാണോ നിഷിദ്ധമാക്കിയത് അള്ളാഹു? അർഹാമൽ ഉൻസയൈൻ, ഈ രണ്ട് വർഗത്തിലെയും പെണ്ണാടുകളുടെ വയറിൽ അഥവാ ഗർഭാശയത്തിൽ ഉൾക്കൊണ്ടിതിനെയാണോ നിഷിദ്ധമാക്കിയത്? ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ആട്ടിൻ കുഞ്ഞിനെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയത് എന്നാണ് ചോദ്യം. നബ്ബി ഊനി, നബ്ബ അയുനബ്ബി ഉ, അറിയിച്ചു അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു. നബ്ബി കൽപ്പനയാണ്. നബ്ബി ഊ, നിങ്ങൾ അറിയിച്ചു തരൂ, നീ എന്നെ. ബിഇൽമിൻ, എങ്ങനെ അറിയിക്കണം? ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഒരു ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങൾ അറിയിച്ചു തരൂ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എനിക്കതൊന്ന് അറിയിച്ചു തരൂ എന്ന് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും എന്താണ് ഇതിന്റെ പശ്ചാത്തലം? മക്കയിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന ചില രീതികളാണിത്. എന്ന് പറഞ്ഞാൽ അവർ സ്വയം നിയമം നിർമ്മിക്കുകയായിരുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കന്നുകാലികളുടെയും കാർഷിക വിളകളുടെയൊക്കെ വിഷയത്തിൽ ഇത്ര ശതമാനം അള്ളാഹുവിന്, ഇത്ര ശതമാനം നമ്മുടെ കുലദൈവങ്ങൾക്ക്. ആരാണ് ഇങ്ങനെ നിശ്ചയിച്ചു തന്നത്? അതുപോലെ നമ്മൾ പിന്നെ പഠിച്ചല്ലോ, ഈ മൃഗങ്ങളെ പല തരത്തിൽ അവർ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ വേർതിരിച്ചിട്ട് അവയിൽ ഇന്നത് ഇന്ന ആൾക്ക് കഴിക്കാം, ഇന്ന ആൾക്ക് കഴിക്കാൻ പാടില്ല എന്നൊക്കെ അവരങ്ങ് തീരുമാനിച്ചു കളയാണ്. അപ്പൊ അതിലാണ് അള്ളാഹു താല ഇവിടെ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ അള്ളാഹു കന്നുകാലികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വളർത്തു മൃഗങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങളാണ് പൊതുവെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. സകല ജീവജാലങ്ങളും എന്നവിടെ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുപടി ഉണ്ടോ? ഒരു മറുപടിയും അവർക്ക് പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നും പറയാനില്ല. കാരണം അള്ളാഹു നിഷിദ്ധമാക്കിയത് ഏതാണ്? ഇതാണ് ചോദ്യം. ഖുൽ അദക്കറൈനി ഹറമ, ആണാടുകളെയാണോ അള്ളാഹു തആല നിഷിദ്ധമാക്കിയത്? അമിൽ ഉൻസയൈൻ, അല്ലെങ്കിൽ പെണ്ണാടുകളെയാണോ
നിഷിദ്ധമാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത സൂക്തം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ 8 ഇണകൾ എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. സമാനിയത്ത അസ്വാജ്, 8 ഇണകൾ. അതിലിപ്പോ എത്രയായി? 4 ഇണകളാണ് ഇപ്പോൾ ആയത്. അഥവാ കോലാടിലെ ആണും പെണ്ണും, അതുപോലെ ചെമ്മരിയാടിലെ ആണും പെണ്ണും. ഇനി അടുത്ത ആയത്ത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തത വരും. വമിനൽ ഇബിലി ഇസ്നൈനി വമിനൽ ബഖരി ഇസ്നൈൻ ഖുൽ അذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين أم كنتم شهداء إذ وصاكم الله بهذا فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين. ومن الإبل اثنين. ومن الإبل إبل ഒട്ടകം. أفلا ينظرون إلى الإبل كيف خلقت. ومن الإبل ഒട്ടകവർഗത്തിൽ നിന്നുള്ള ഇസ്നയൈൻ 2 എണ്ണം ആണോ പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത്? വമിനൽ ബഖർ ഇസ്നൈൻ. ബഖർ ഗോ അഥവാ പശുവാണ്. ഗോ വർഗത്തിൽ നിന്നുള്ള, പശുവർഗത്തിൽ നിന്നുള്ള 2 എണ്ണത്തെയാണോ എന്നതാണ്. അത് മുകളിൽ പറഞ്ഞ വമിനൽ ഇസ്നൈൻ എന്നതോട് ചേർത്തുകൊണ്ട് 8 ഇണകൾ എന്ന് പറഞ്ഞതിൽ പിന്നെ വരുന്നത് 6ാമത്തെ ഇണകൾ 2 ഒട്ടകങ്ങളാണ്. ഒട്ടകവും പെൺ ഒട്ടകവും. പിന്നെ 7ഉം 8ഉമാണ് പശുവില്, ആൺ പശുവും പെൺ പശുവും. അഥവാ ഒന്ന് എന്തായിരിക്കും? കാളയായിരിക്കും, മറ്റേത് പശുവായിരിക്കും എന്ന് മനസ്സിലാക്കാം. വമിനൽ ബഖർ ഇസ്നൈൻ, ഇതാണ് 8 എണ്ണം. വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്. ഖുൽ, ചോദിക്കൂ പ്രവാചക, അദ്ദക്കറൈനി ഹറമ, ഇവയിലെ ആൺ വർഗങ്ങളെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയത്? അമിൽ ഉൻസയൈൻ, അല്ലെങ്കിൽ പെൺവർഗങ്ങളെയാണോ? അമ്മ, ഇനി അതുമല്ലെങ്കിൽ ഇഷ്തമലത്ത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ, അവയുടെ ഗർഭാശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതിനെയാണോ? അഥവാ ഇവയിലെ പെൺവർഗങ്ങൾ, പശുവിൻ്റെയും പെണ്ണൊട്ടകത്തിൻ്റെയും ഗർഭാശയം ഉൾക്കൊണ്ടിട്ടുള്ള, ഇപ്പോൾ ഗർഭാശയത്തിലുള്ള അവയുടെ കുഞ്ഞുങ്ങളെയാണോ അവൻ അല്ലാഹു തആല നിഷിദ്ധമാക്കിയത്? അതിന് മറുപടി ഉണ്ടാവോ? ഒരു മറുപടി ഇല്ല. അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ്, അം കുന്തും ശുഹദ, അല്ല നിങ്ങൾ സാക്ഷികളായിരുന്നോ? ഇത് വസ്സാക്കുമുല്ലാഹു ബിഹാദ, വസ്സ ഉപദേശിച്ചു. ഇത് വസ്സാക്കുമുല്ലാ, അല്ലാഹു തആല നിങ്ങളെ ഉപദേശിച്ചപ്പോ, ബിഹാദ ഈ ഒരു നിയമം, ഈ നിയമം കൊണ്ട് നിങ്ങളെ ഉപദേശിച്ചപ്പോ അതിന് നിങ്ങൾ സാക്ഷികളായിരുന്നോ? നിങ്ങൾ പറയുന്ന കേട്ടാല് അള്ളാഹു പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ് എന്ന രൂപത്തിലാണല്ലോ പറയുന്നത്. അപ്പൊ അള്ളാഹു നിങ്ങളെ നേരിട്ട് ഇങ്ങനെ വല്ല ഉപദേശവും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഫമൻ അല്ലം, എന്നിട്ട് അള്ളാഹു പറയാണ്, ഫമൻ അല്ലം, കൊടിയ അക്രമി ആരുണ്ട്? മിമ്മൻ ഇഫ്തറ, കെട്ടിച്ചമച്ചവനേക്കാൾ, അലല്ലാ അള്ളാഹുവിൻ്റെ പേരില്, കദിബൻ കള്ളം, വ്യാജം കെട്ടിച്ചമച്ചവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? ലിയുളില്ലന്നാസ്, എന്തിനാണ്? അളല്ല യുളില്ലു, വഴിതെറ്റിച്ചു. ലിയുളില്ലന്നാസ്, ജനങ്ങളെ വഴിതെറ്റിക്കാനായിട്ട്, ബിഗൈരി ഇൽമിൻ, യാതൊരു ജ്ഞാനവും ഇല്ലാതെ ഇങ്ങനെ കൊടിയ അക്രമം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, ലാ യഹ്ദി, അവൻ മാർഗദർശനം ചെയ്യുകയില്ല തന്നെ, അൽ ഖൗമൽ ളാലിമീൻ, ഇത്തരം ധിക്കാരികളായ
ജനത്തെ അല്ലാഹു തആല വഴി കാണിച്ചു കൊടുക്കുകയില്ല എന്നാണ് ഒടുവിൽ പറയുന്നത്. അപ്പൊ ഈ രണ്ട് ആയത്തുകളും 143 144 പരസ്പര ബന്ധമുള്ള സൂക്തങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. മൊത്തത്തിൽ എന്താണ്? അല്ലാഹു തആല സൃഷ്ടിച്ച് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതാണ് കന്നുകാലികളായാലും സസ്യങ്ങളും അതുപോലെ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ. അവനാണ് സൃഷ്ടാവെങ്കിൽ ആ കന്നുകാലികളെ എങ്ങനെ ഉപയോഗിക്കണം? ആ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച്, അവൻ്റെ നിർദ്ദേശമനുസരിച്ച് ഉപയോഗിക്കണം. അതല്ലേ ശരി? അതാണ് ശരി. അപ്പൊ അങ്ങനെയല്ലാതെ ഇത് പുരോഹിതന്മാർ ഏറ്റെടുത്തിട്ട് അവർക്ക് തോന്നും പോലെ ഉപയോഗിക്കുകയാണ്. അവരാഗ്രഹിക്കും പോലെ അവര് നൽകിക്കൊണ്ടിരിക്കുന്നു, കുലദൈവങ്ങൾക്ക് നൽകുന്നു, അതുപോലെ അതിന് പല നിയമങ്ങൾ നിശ്ചയിക്കുന്നു എന്നതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കന്നുകാലികളിൽ ചിലതിന് ഇത്ര പ്രായമാകുമ്പോൾ ഭക്ഷിക്കാൻ പാടില്ല, ചിലത് ഗർഭം ധരിക്കുമ്പോൾ ഭക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത് എന്നുള്ളതാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഒരു മരമാണെങ്കിൽ ആ മരത്തിന്റെ കായ്കനികൾ മുഴുവനും നമുക്ക് ഭക്ഷിക്കാമല്ലോ, അല്ലേ? അത് എപ്പോഴുണ്ടായതായാലും ഭക്ഷിക്കാം. അത് വളരെ ഒരു കമ്പിന്റെ അറ്റത്ത് ഉള്ളതായാലും കമ്പിനോട് ചേർന്ന് നിൽക്കുന്നതായാലും വലുതായാലും ചെറുതായാലും പച്ചയായാലും പഴുത്തതായാലും ഏതവസ്ഥയിലുള്ളതായാലും ഉപയോഗിക്കാം. പക്ഷെ ഇവര് കന്നുകാലികൾക്ക് പലവിധ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. കഴിക്കാൻ അനുവാദമുള്ളവ എന്ന നിലക്ക് നിശ്ചയിക്കപ്പെട്ടവ തന്നെ ചിലത് കഴിക്കരുത്. ചിലത് സ്ത്രീകൾ കഴിക്കാൻ പാടില്ല, ചില ഗർഭിണികളായ മൃഗങ്ങളെ കഴിക്കാൻ പാടില്ല, അവയുടെ ഗർഭാശയത്തിലുള്ളത് ചിലർ കഴിക്കരുത്, ചിലർക്ക് കഴിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പലതരം വിധികളാണ് അവര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വല്ലാത്ത ഒരു കൃത്രിമ നിയമമാണ് എന്ന് പറയാൻ. ഇപ്പൊ പൂർവികരെ ആചരിച്ചു വന്ന പുരോഹിതന്മാർ കൽപ്പിച്ചു തുടങ്ങിയ ഇത്തരം വാദങ്ങൾ അള്ളാഹു കൽപ്പിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. പൂർവികന്മാരായിട്ട് ചെയ്തു വരുന്നതാണ് എന്നതായിരിക്കും അവർക്കുള്ള മറുപടി. അത് ഇസ്ലാമിൽ തെളിവാവുകയില്ല. ഇവിടെ അവര് മുസ്ലിം സമൂഹമല്ല, അതേ സമയത്ത് ഒരു മതസമൂഹമായിട്ട് ബഹുദൈവത്വം മാറിയിരിക്കുന്നു. അവരിങ്ങനെ പലതരം നിയമങ്ങൾ സൃഷ്ടിച്ച് ആളുകൾക്കുമേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശരിയാണോ എന്നുള്ളതാണ് ഇവിടെ ശരിക്കും ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. നേരത്തെ ഇതുപോലുള്ള സൂക്തങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വഖാലു ഹാദിഹി അൻആമുൻ വഹർസുൻ ഹിജ്റുൻ എന്ന് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. ഇത് നിഷിദ്ധമാണ്, ഹിജ്റാണ്. ചിലർക്കേ കഴിക്കാൻ പാടുള്ളൂ. വഖാലു മാഫി ബുത്തൂനി ഹാദിഹിൽ അൻആം ഖാലിസത്തുൽ ലിദുകൂരിന, ഞങ്ങളുടെ ഈ മൃഗങ്ങളുടെ വയറ്റിലുള്ളത് പുരുഷന്മാർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. വ മുഹറമുൻ അലാ അസ്വാജിന, അത് ഞങ്ങളിലെ ഇണകളായ സ്ത്രീകൾക്ക് അത് നിഷിദ്ധമാണ്. ഇങ്ങനെയൊക്കെ അവര് പലതും പറഞ്ഞു. ബഹീറ, സായിബ, വസീല, ഹാം തുടങ്ങിയ പേരില് കന്നുകാലികളെ പല കാര്യങ്ങളുടെ പേരിൽ, അവയുടെ പ്രായത്തിന്റെ പേരിൽ, അവ ഇത്ര പ്രസവിച്ചു എന്നതിൻ്റെ പേരിലൊക്കെ വേർതിരിച്ചിട്ട് അതിൽ ചിലർക്ക് കഴിക്കാൻ പാടില്ല എന്നൊക്കെ നിയമം ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇസ്ലാം ആഗതമായപ്പോ ഇസ്ലാം ഇവരുമായിട്ട് സംവാദം നടത്തുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഈ വാദത്തിന്റെയൊക്കെ യാഥാർത്ഥ്യം? മാലിക് ബിൻ ഔഫ് എന്ന വിഗ്രഹാരാധകനായിരുന്നു അവരുടെ മറുപക്ഷത്ത് നിന്നുള്ള നേതാവായിട്ട് രംഗത്ത് വന്നത്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം ചോദിക്കുമ്പോൾ എന്താ മറുപടി എന്നറിയോ? മുഹമ്മദേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആചരിച്ചു വന്ന ചില സംഗതികൾ നീ നിരോധിച്ചതായിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, നിങ്ങൾ അടിസ്ഥാനരഹിതമായിട്ട് ചില ഇനം കാലികളെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലികളെ, ഈ കാലികളിലെ 8 ഇണകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആഹാര ആവശ്യത്തിനും മറ്റു പ്രയോജനങ്ങൾക്കും വേണ്ടിയാണ്.
അപ്പൊ ആരാണ്, എവിടെ നിന്നാണ് ഈ ഹറാമ് വന്നത്? ഇവയുടെ പുറത്ത് സഞ്ചരിക്കാൻ പാടില്ല, ചിലതിൻ്റെ പുറത്ത് ഭാരം വഹിപ്പിക്കാൻ പാടില്ല, പിന്നെ എന്തിനാണ് ഈ വർഗങ്ങൾ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച പ്രയോജനം ഇതുകൊണ്ട് കിട്ടേണ്ടതില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ അവയിലെ ആണിൽ നിന്നോ അതല്ല പെണ്ണിൽ നിന്നാണോ ഇങ്ങനെയുള്ള നിഷിദ്ധങ്ങൾ ഉണ്ടായത്? ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ആള് മാലിക് ബിൻ ഔഫ് എന്ന് പറഞ്ഞ ആള് നിശബ്ദനാവുകയാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് എന്നതാണ് അതിൻ്റെ മറുവശം. അതിനാൽ ഇത്തരത്തിലുള്ള കൃത്രിമമായ ചില നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ സമൂഹത്തിലുണ്ടാവും. പുരോഹിതന്മാര് പലതും പറഞ്ഞു പരത്തിയിട്ട് നിയമങ്ങളാക്കി മാറ്റുന്നുണ്ടാവും. അതിന് ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഒരു തെളിവുണ്ടാവില്ല. ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയും, ചിലത് ചെയ്യണം എന്ന് കൽപ്പിച്ചുകൊണ്ടിരിക്കും. അവർക്ക് തോന്നുന്ന ചില നമസ്കാരങ്ങൾ, ചില നോമ്പുകൾ, ഇങ്ങനെയൊക്കെ ചിലതിന് അമിതമായ പ്രചാരം നൽകിക്കൊണ്ടിരിക്കും. അതേസമയം ഇസ്ലാമിൽ സുന്നത്തുള്ള കാര്യങ്ങൾ നിഷിദ്ധമാക്കി കളയും. സ്ത്രീകളുടെ പള്ളിപ്രവേശം നിഷിദ്ധമാക്കും. ആരാണ് അവർക്കതിന് അനുവാദം കൊടുത്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞില്ലേ. അവർക്കത് തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാതിൽ തുറന്നു തന്നെ കിടക്കണം, പക്ഷേ ബോധപൂർവം നിഷിദ്ധമാക്കാൻ. അപ്പൊ അവിടെയൊക്കെ ഈ ചോദ്യം പ്രസക്തമാണ്. ആരാണ് ഇങ്ങനെയുള്ള നിഷിദ്ധങ്ങൾ സൃഷ്ടിച്ചു വെച്ചത് എന്ന ചോദ്യമാണ് ഇവിടെയും നമ്മൾ ഉന്നയിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഇനി 145 സൂക്തത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷ്യ നിയമം ഒന്നുകൂടി ആവർത്തിക്കാൻ. അൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പല സന്ദർഭങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. ഇവിടെ സാന്ദർഭികമായിട്ട് ഭക്ഷ്യ നിയമത്തിന്റെ അടിസ്ഥാനം എന്താണ് ഭക്ഷിക്കാവുന്നത്, ഭക്ഷിക്കാൻ പാടില്ലാത്തത്, അഥവാ അള്ളാഹു നിശ്ചയിച്ച നിയമം എന്താണ് എന്ന് 145 അള്ളാഹു വെളിപ്പെടുത്തുന്നു. قُلْ لَا أَجِدُ فِيمَا أُوحِيَ إِلَيَّ مُحَرَّمًا عَلَى طَاعِمٍ يطعمه إلا أن يكون ميتة أو دما مسفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم. ഖുൽ, പ്രവാചക പറയൂ, ലാ അജിദു, ഞാൻ കാണുന്നില്ല. വജദ യജിദു, കണ്ടു. അജിദു, ഞാൻ കാണുന്നു. ലാ അജിദു ഫീമ, ഒന്നിൽ, ഊഹിയ, വഹയായിട്ട് ലഭിച്ചതിൽ, ഇലയ്യ, എനിക്ക് വഹയായിട്ട്, ദിവ്യ സന്ദേശമായിട്ട് ലഭിച്ചതിൽ ഞാൻ കാണുന്നില്ല. എന്താ കാണാത്തത്? മുഹറമൻ, നിഷിദ്ധമായതായിട്ട് ഞാൻ കാണുന്നില്ല, ഭക്ഷിക്കാൻ പാടില്ലാത്തതായിട്ട്. അലാ താഇമിൻ, താഇം ഭക്ഷിക്കുന്നവൻ, തിന്നുന്നവന് നിഷിദ്ധമായിട്ട് ഞാൻ കാണുന്നില്ല. യത്അമുഹു, അവൻ ഭക്ഷിക്കുന്നത്, അവന് തിന്നാൻ പാടില്ലാത്തതായിട്ട്, തിന്നുന്നവന് തിന്നാൻ പാടില്ലാത്തതായിട്ട് ഞാൻ ഒരു ഭക്ഷണവും കാണുന്നില്ല. എന്നിട്ട് എന്താണ് അങ്ങനെ നിശ്ചയിക്കപ്പെട്ടത് എന്ന് പ്രത്യേകം പറയാൻ പോവാണ്. ഇല്ല അയ്യക്കൂന, അത്, ആ തിന്നുന്നത് ആയാൽ അല്ലാതെ, എന്തായാൽ, മൈത്തത്തൻ, ശവം ആയാൽ അല്ലാതെ, ഔദമൻ, അതല്ലെങ്കിൽ ചോര, രക്തം ആയാൽ അല്ലാതെ, മസ്ഫൂഹൻ, എങ്ങനെയുള്ളത്? മസ്ഫൂഹ്, ഒഴുക്കപ്പെടുന്ന രക്തം, അത് ഭക്ഷിക്കാൻ പാടില്ല. ഔ ലഹം, അല്ലെങ്കിൽ മാംസം, ഖിൻസീർ, പന്നിയുടെ മാംസം, അത് കഴിക്കാൻ പാടില്ല, അതും ഒഴികെ.
ഫ ഇന്നഹു തീർച്ചയായും അത്, അല്ലെങ്കിൽ അവ, മുകളിൽ പറഞ്ഞതൊക്കെയും എന്താണ്? റിജ്സുൻ മാലിന്യമാകുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി വീണ്ടും പറയാണ്, ഔ ഫിസ്ഖൻ അല്ലെങ്കിൽ കുറ്റകരമായ ധിക്കാരപരമായ നിലയിൽ ഉഹില്ല ഉച്ചരിക്കപ്പെട്ടത്, ലിഗൈരില്ല അള്ളാഹു അല്ലാത്തതിന് വേണ്ടിയിട്ട്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ കുറ്റകരമായിട്ട് നാമം ഉച്ചരിക്കപ്പെട്ടത്, അഥവാ ബിസ്മി ചൊല്ലാതെ മറ്റാരുടെയെങ്കിലും പേരിൽ അറുക്കപ്പെട്ടതും നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞത്. ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. എന്നിട്ട് വിട്ടുവീഴ്ചകൾ പറയാണ്. ഫമൻ എന്നാൽ ആര്? ഫമനിൽ തുറ, ഇൽത്തറ യൽത്തറു, ഇവിടെ ഉൽത്തുറയാണ്. ഫമനിൽ തുറ നിർബന്ധിക്കപ്പെട്ടുവോ, ആർ നിർബന്ധിക്കപ്പെട്ടുവോ, ഗൈറ ബാഗിൻ അതിക്രമിയല്ലാതെ, നിയമലംഘനം ഉദ്ദേശിക്കാതെ, ബഗായ ബഗി അതിക്രമം പ്രവർത്തിച്ചു, നിയമലംഘനം കാണിച്ചു എന്നാണ്. വല ആദിൻ അതിരു ലംഘിക്കുന്നവനുമല്ലാതെ, അനിവാര്യമായ അളവിൽ കൂടുതൽ കഴിക്കാത്ത അവസ്ഥയിൽ, ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ കഴിക്കേണ്ടി വന്നാൽ, ഫ ഇന്ന റബ്ബക്ക നിശ്ചയം നിന്റെ റബ്ബ്, ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവനാണ്, റഹീം കരുണാമയനാകുന്നു. 145 വളരെ വ്യക്തമായ ആശയമാണ്. പുരോഹിതന്മാർ പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്ന് പറയുമ്പോൾ അള്ളാഹു പൊതുവെ പറയാണ്, ലാ അജിദു ഫീമ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ ത്വാഇമിൻ യത്അമു. ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കും നിഷിദ്ധമാക്കപ്പെട്ടതായിട്ട് എനിക്ക് ലഭിച്ച വഹയിൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തും കഴിക്കാം എന്ന് ലൈസൻസ് കൊടുക്കാൻ മനസ്സിലാക്കരുത്. അവിടെ ആയത്ത് അവസാനിക്കുന്നില്ല, അല്ലെ? പക്ഷെ പൊതുവെ പറയുമ്പോൾ കഴിക്കാവുന്നതാണോ കഴിക്കാൻ പാടില്ലാത്തതാണോ കൂടുതലെന്ന് ചോദിച്ചാൽ കഴിക്കാവുന്നതാണ് കൂടുതലുള്ളത്, അല്ലെ? നിഷിദ്ധമാക്കപ്പെട്ടതിന് പുറമേയുള്ളതൊക്കെ കഴിക്കാം. അപ്പൊ പൊതുവെ കഴിക്കാവുന്നതാണ്. ഇപ്പൊ പച്ചവെള്ളം കുടിക്കാമോ? അതിനെക്കുറിച്ച് തെളിവ് എവിടെയെങ്കിലും ഉണ്ടാവോ? അങ്ങനെ ഒരു തെളിവില്ലല്ലോ. കാരണം അത് മനുഷ്യന് പ്രകൃതിപരമായിട്ട് അനുവദനീയമായതൊക്കെ അനുവദനീയമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രത്യേകം നിഷിദ്ധമാക്കപ്പെട്ടത് പ്രത്യേകം എടുത്തു പറയും. അതാണ് ഇവിടെ 4 പറഞ്ഞു. ഒന്ന് ശവമാണ്, മറ്റൊന്ന് ഒഴുക്കപ്പെട്ട രക്തം, ഒഴുകിയ രക്തമുണ്ടല്ലോ, ആ രക്തം. ഒന്നിനെ അറുക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ രക്തം കഴിക്കരുത്. അതേപോലെ പന്നിമാംസം കഴിക്കരുത്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതും കഴിക്കരുത്. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള 4 നിഷിദ്ധങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞ ചിലതുണ്ടാകും, അതും അതോടൊപ്പം മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ അടിസ്ഥാനപരമായി ഈ 4 അതിൽ ഉൾപ്പെടുന്നത്. പന്നിയെ പറഞ്ഞപ്പോൾ നായയെ പറഞ്ഞില്ല, അത് ഹദീസിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇവിടെ വീണ്ടും അല്ലാഹു തആല ഇത്രയും പറഞ്ഞിട്ട് തുടർന്ന് പറയുന്ന എന്താണ്? നിർബന്ധിതാവസ്ഥ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നിയമം ലംഘിക്കണം എന്ന് ആഗ്രഹിക്കാതെ, കിട്ടിയ ചാൻസിൽ മാക്സിമം കഴിച്ചു കളയാം എന്നും ആഗ്രഹിക്കാതെ ജീവൻ നിലനിർത്തുവാൻ, മറ്റെവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്ന ഇടത്തെത്തുന്നത് വരെ ജീവൻ നിലനിർത്തുക എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ ഒരാൾക്ക് കഴിക്കാം എന്നാണ് പറയുന്നത്. മറ്റ് സൂക്തങ്ങളിൽ ഇപ്പൊ ഈ 4 കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് പറഞ്ഞത് ശവമാണ്. പൊതുവെ നമുക്കറിയാം. ശവങ്ങളിൽ കഴിക്കാൻ കഴിയുന്നതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഏതാണ്? ഇപ്പൊ മത്സ്യം നമ്മൾ പിടിച്ച് അറുത്തിട്ടല്ലല്ലോ. മത്സ്യം അനുവദനീയമാണ് എന്നത് നമ്മൾ സൂറത്തുൽ മാഇദയിൽ പഠിച്ചതാണ്. സയ്യിദുൽ ബഹർ, കടൽ വേട്ട, സമുദ്രവേട്ട നടത്തിയിട്ട് കിട്ടുന്നത് കഴിക്കാം. അപ്പൊ അത് മരിച്ച അവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത്, പക്ഷെ അത് അനുവദിക്കപ്പെട്ടതാണ്. ശാസ്ത്രീയമായും അതിൻ്റെ നന്മകൾ, അതിൻ്റെ ഗുണപരമായ വശങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത് പറയുന്നത് എന്താണ്? രണ്ടാമത് പറഞ്ഞത് ദമം മസ്ഫൂഹൻ, ഒഴുക്കപ്പെട്ട രക്തം കഴിക്കരുത് എന്നാണ്. ഒരു മൃഗത്തെ അറുത്താൽ അതിൽ നിന്നുണ്ടാകുന്ന രക്തം കഴിക്കരുത്.
രക്തമായിട്ട്. അതേ സമയത്ത് അതിൻ്റെ മാംസത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം അതെത്ര കഴുകിയാലും പൂർണ്ണമായിട്ടും പോവില്ല. ഇപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് കറി വെക്കുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, അതിൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചിലപ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരും. അപ്പൊ ആ നിലയ്ക്ക് കഴിയുന്നത്ര കഴുകുക, ബാക്കിയുള്ളത് കുഴപ്പമില്ല, അതിൽ പറ്റിപ്പിടിച്ച ബ്ലഡ് പ്രശ്നമല്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ രക്തമില്ലാത്തവ ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പൊ മത്സ്യം തന്നെ ഉണ്ടല്ലോ, അതിൽ അത്യാവശ്യം പറ്റിപ്പിടിച്ചതായിട്ട് ചിലപ്പോൾ കണ്ടേക്കും. ഇനി മറ്റു ചിലതുണ്ടല്ലോ, ഇപ്പൊ പ്രാണികളെയൊക്കെ ഭക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, അങ്ങനെയുള്ള ചില മനുഷ്യരെ കാണാൻ പറ്റും. അത് ചില മദ്ഹബുകളിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവയിൽ രക്തം കണ്ടെത്താൻ കഴിയും, പ്രയാസമാണ്. അപ്പൊ ഏതായാലും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ളവ ആണ് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലാത്തവ ഭക്ഷിക്കരുത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതില് കന്നുകാലികൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള വളർത്തു മൃഗങ്ങൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നത്. ആട്, അതുപോലെ പശു, പിന്നെ ഒട്ടകം, ഈ വർഗത്തിൽപ്പെട്ടവയാണ് പൊതുവെ നമുക്ക് ലഭ്യമായത് എന്ന രൂപത്തിൽ അനുവദിക്കപ്പെടുന്നത്. അതുപോലെ അതേസമയത്ത് മാനിറച്ചി കിട്ടാണ് കഴിച്ചുകൂടെ, മുയലിനെ കഴിച്ചുകൂടെ, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ അത് നമ്മുടെ നിത്യ ആഹാരത്തിന്റെ ഭാഗമാകുന്നില്ല. അതേസമയത്ത് മറ്റു ചിലതുണ്ടല്ലോ, ഇപ്പൊ കുതിര, കഴുത, അതുപോലെയൊക്കെയുള്ള ജീവികളെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പൊ ചിലത് കറാഹത്താണ്, അനഭിലഷണീയമാണ് എന്ന നിലയ്ക്ക് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്ന നിലയ്ക്ക്. അതുപോലെ വന്യ ജീവികൾ ഒക്കെ മാറ്റി നിർത്തപ്പെട്ടവയാണ്. അപ്പൊ അതുപോലെ അവയുടെ പ്രത്യേകതകൾ വേറെ തന്നെ പല സന്ദർഭങ്ങളിലും സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഏതായാലും ഭക്ഷ്യ നിയമം ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അവരതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു സംസ്കാരമുണ്ട് എന്നും മനസ്സിലാക്കണം. അപ്പോൾ ഭക്ഷ്യവിഭവങ്ങളെ, അപ്പോൾ ഇന്നത്തെ കാലത്തുണ്ടല്ലോ സസ്യാഹാരം മാത്രമേ കഴിക്കാവുള്ളൂ, മാംസാഹാരം കഴിക്കരുത്. ഇതും മനുഷ്യൻ സൃഷ്ടിച്ച പുതിയൊരു നിയമമാണ്. ഈ പുരോഹിതന്മാരുണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മാംസാഹാരം കഴിക്കുന്നവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ അത് ക്രൂരമായ ഹത്യയാണ് എന്ന രൂപത്തിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുക, അതൊക്കെ മറ്റു പല ദുരുദ്ദേശങ്ങളും മുൻനിർത്തിയുള്ള പ്രവൃത്തികളാണ് എന്ന് കാണാൻ സാധിക്കും. ഏതായാലും ഈ സൂക്തം ഒടുവിൽ പറയുന്നത് ഫഇന്ന റബ്ബക ഗഫൂറുർ റഹീം എന്നാണ്. നിന്റെ റബ്ബ് സകലം പൊറുക്കുന്ന കരുണാനിധിയാണ്. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയെങ്കിൽ അവൻ പൊറുക്കും, നിർബന്ധിതാവസ്ഥയിൽ വല്ലതും ചെയ്യേണ്ടി വന്നാൽ അവൻ പൊറുക്കും എന്ന് ഈ സൂക്തം സൂചിപ്പിക്കുന്നുണ്ട്. ഈ മക്കയിലെ ബഹുദൈവ ആരാധകരെ പോലെ തന്നെ മദീനയിലെ യഹൂദരും ഇങ്ങനെയൊക്കെയുള്ള പലതരം കൃത്രിമ നിയമങ്ങൾ സൃഷ്ടിച്ചിരുന്നവരാണ്. അടുത്ത സൂക്തത്തില് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങളാണ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ നിയമവിധികളെ യഥാവിധി പാലിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ ഹലാലാക്കിയത് ഹലാലാക്കുവാൻ, അവൻ ഹറാമാക്കിയത് ഹറാമാക്കുവാൻ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവൻ നിശ്ചയിച്ച നിയമവിധികൾക്കപ്പുറത്ത് അതിനെ മറികടന്നുകൊണ്ട് നിയമം നിർമ്മിക്കുന്ന അവസ്ഥ, അതിനെ പിൻപറ്റുന്ന അവസ്ഥ ഗുരുതരമായ വീഴ്ചയായിരിക്കും. അള്ളാഹുവെ മാത്രം വഴിപ്പെട്ട് ജീവിക്കുവാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ റബ്ബെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.